എല്ലാവർക്കും നമസ്കാരം. ബിഗിനേഴ്സിന് പ്രത്യേകിച്ച് ബിഗിനേഴ്സിന് കാണാൻ പറയുന്ന സംഭവം എന്താണെന്ന് അറിയുന്നത് ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയാണ്. ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ സംഭവങ്ങളെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് എന്താണ് ഉപയോഗം, ഇത് ഏത് സിബാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്, അങ്ങനെയൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സ് ഇത് കാണണം. കണ്ടാലും നമുക്ക് പിന്നീട് ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് ഡ്രസ്സിന് ഏത് സിബാണ് വേണ്ടതെന്ന് മനസ്സിലാവും. ഇത് നമ്മൾ ആദ്യകാലത്തൊക്കെ, അതായത് നമ്മളെ ഉമ്മമാരൊക്കെ തയ്ച്ചിരുന്ന സമയത്തുള്ള സിബാണ് കേട്ടോ ഇത് ഇപ്പോൾ ഉപയോഗിക്കുന്നത് മാക്സിക്കാണ്. ഇപ്പോൾ ഫ്രോക്കിനൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. അഥവാ കിട്ടിയില്ലെങ്കിൽ ഈ സിബും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ചിലപ്പോൾ മാച്ചിങ് കളറൊന്നും കിട്ടണമെന്നില്ലല്ലോ. അപ്പം ഇതിന് അധികം പൈസയൊന്നുമില്ല, 5 രൂപ 6 രൂപ എന്തോ ആണ് ഈ സിബിൻ്റെ റേറ്റ്. ഇനി അടുത്തത്, ഇത് നമ്മളെ ചുരിദാറിനൊക്കെ ഉപയോഗിക്കുന്ന സിബാണ് കേട്ടോ. ഇത് ഇൻവിസിബിൾ സിബ് എന്ന് പറയും. ഇൻവിസിബിൾ എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഡ്രസ്സിൽ പിടിപ്പിച്ച് കഴിഞ്ഞാൽ കാണൂല, ആ തരത്തിലുള്ള ഒരു സിബാണ് ഇൻവിസിബിൾ സിബ്. അപ്പോൾ എത്ര നമ്മൾ തയ്ച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഇതിനോട് ചേർത്ത് തയ്ക്കും. സിബ് പിടിപ്പിക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് ഉപയോഗിക്കുന്നതാണ് ഈ ഇൻവിസിബിൾ സിബ്. പിന്നെ അടുത്തതും ഇൻവിസിബിൾ സിബ് തന്നെയാണ്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഇതിൻ്റെ റേറ്റ് 10ഉം ഇതിൻ്റെ റേറ്റ് 40 രൂപയുമാണ്. തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഇത് കുറച്ച് ഒതുങ്ങിയ ടൈപ്പാണ്, ഇതിനേലും ഒതുങ്ങിയ ടൈപ്പാണ് ഇത്. വേണ്ട, നമ്മൾ വെച്ച് നോക്കിയാൽ മനസ്സിലാവും. അതുമാത്രമല്ല, ഇത് 2 എണ്ണം കൂടിയ പോലെ തോന്നും നമ്മൾ കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ 2 എണ്ണം കൂടിയത് കേട്ടോ, ഇത് കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വളരെ വ്യത്യാസമുണ്ട്. മാത്രമല്ല, ചിലവർ പറയും എനിക്ക് ഈ സിബ് മതിയെന്ന്. ഇത് പിടിപ്പിക്കുന്ന സമയത്ത് ഞാൻ കസ്റ്റമറിനോട് ചോദിക്കും ഇത് വേണോ ഇത് വേണോ, കാരണം ഇതിന് റേറ്റ് കൂടുതലാണ്. അപ്പോൾ തയ്ക്കുന്ന പൈസയും മാറും. ഇപ്പം ഞാൻ പറയില്ല, ഇതിന് 40ഉം ഇതിന് 10ഉം ഉള്ളൂ. ഇത് തമ്മിൽ ഇത് ക്വാളിറ്റി കുറഞ്ഞതും ഇത് ക്വാളിറ്റി കൂടിയതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും രണ്ടും ഒരേപോലെ ഇരിക്കുന്ന സിബാണ്, എങ്ങനെ തിരിച്ചറിയാനുള്ള ഐഡിയ ഉണ്ട്. ഇത് നോക്കിക്കേ, ഈ സിബിൻ്റെ ഈ മുകൾ വശം ശ്രദ്ധിച്ചാൽ, നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഭാഗം ശ്രദ്ധിച്ചായിരുന്നു. ഇത് കണ്ട, ഇതിന് വണ്ണം ഉണ്ടാവും, ഇതിന് വണ്ണം ഉണ്ടാകില്ല. അപ്പോൾ ഈ സിബുകൾ തമ്മിൽ തിരിച്ചറിയുന്നത് ഈ ഒരൊറ്റ ഇതിലാണ്. അതുമാത്രമല്ല, ഇത് കുറച്ച് കനവും ഉണ്ടാവും. തയ്ച്ച് വരുമ്പോൾ ഭംഗി ഇതുമാണ്. ഇത് എല്ലാ കളറും കിട്ടണം എന്നില്ല കേട്ടോ. വളരെ റയറായിട്ടുള്ള കളറൊക്കെ കിട്ടാൻ പണിയായിരിക്കുള്ളൂ. നേരെ മറിച്ച് ഈ സിബ് എല്ലാം കിട്ടും. പക്ഷേ ഈ സിബ് മണവാട്ടിയുടെ ഡ്രസ്സിനൊക്കെ ഈ സിബ് വേണം പിടിപ്പിക്കാൻ. സാധാരണ ഡ്രസ്സിനൊക്കെ ഇത് പിടിപ്പിച്ചാൽ മതിയാവും. കാരണം വെയിറ്റ് കൂടുന്തോറും നമുക്ക് സിബിന് കുറച്ച് കനം ഉണ്ടെങ്കിലേ പൂട്ടുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാതിരിക്കുള്ളൂ. ഇത് പക്ഷെ പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ സിബുകളെ ക്വാളിറ്റി നോക്കിയിട്ടാണ് എപ്പോഴും വാങ്ങിക്കാൻ. അത് കസ്റ്റമേഴ്സിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി കേട്ടോ. ഇനി അടുത്തത്, അപ്പോൾ ഈ 3 സിബിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞ്. ഇനി അടുത്തത്, ഇത് ചെറിയ സിബാണ് കേട്ടോ. ഈ സിബ് ശ്രദ്ധിച്ചായിരുന്ന, ഇത് കുട്ടികളെ ട്രൗസർ, കുട്ടികളെ പാൻറ്റില്ലേ, അതിനൊക്കെ തയ്ച്ച് പിടിപ്പിക്കുന്ന സിബാണ് ഇത്. ഇതും അത്യാവശ്യം വലിയ റേറ്റൊന്നുമില്ല കേട്ടോ. 5-6 രൂപയെങ്ങാനാണ് ഇതിൻ്റെ റേറ്റും. ഇത് കുട്ടികളുടെ സിബാണ്. ഇനി അടുത്തത്, ഈ സിബ് ശ്രദ്ധിച്ചായിരുന്നോ? ഇത് വലിയ ആണുങ്ങളുടെ പാൻറ്റിനൊക്കെ തയ്ച്ച് പിടിപ്പിക്കുന്നതാണ് കേട്ടോ. ഇതിനും അത്യാവശ്യം റേറ്റ് ഉണ്ട്. 12 രൂപയെങ്ങാനാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇത്രയും സിബുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയുള്ള കാരണം എന്താണെന്ന് അറിയോ? നമുക്ക് എന്തെങ്കിലും തയ്ക്കാനിരിക്കുന്ന സമയത്തുണ്ടല്ലോ, നമുക്ക് ഏത് സിബാണ് ബിഗിനേഴ്സിന് കേട്ടോ, എല്ലാത്തവർക്ക് കുഴപ്പമില്ല, ബിഗിനേഴ്സിന് മനസ്സിലാവില്ല നമ്മളെ ഡ്രസ്സിന് ഏത് സിബ് കൊടുക്കണം എന്നുള്ളത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഈ സിബിനെ കുറിച്ച് പഠിച്ചാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബിഗിനേഴ്സിന് ഇത് കണ്ടിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഏത് ഡ്രസ്സ് തയ്ച്ചാലും, ഇപ്പോൾ ട്രൗസർ ആണെങ്കിലും പാൻ്റ് ആണെങ്കിലും ചുരിദാറാണെങ്കിലും മാക്സി ആണെങ്കിലും ഏത് ഡ്രസ്സിന് ഇതിൽ ഏത് സിബാണെന്ന് പറഞ്ഞാൽ ബിഗിനേഴ്സിന് ഇപ്പോൾ മനസ്സിലാകും എന്തായാലും. അപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.